Welcome students. In this session we will be discussing about the class 12 chemistry chapter, that is solutions. Now we move on to the next most important colligative properties, and which has a very great importance in our day-to-day life. Okay, and that is osmosis. നമുക്കറിയാം നമ്മളുടെ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ വിൽ സീ ഇൻ ആ ഡേ ടു ഡേ. നമ്മൾ കുളിച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് ആ ഫിംഗേഴ്സ് ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? നമ്മൾ ഓൾ ഓഫ് യു മൈറ്റ് ഹാവ് നോട്ടീസ്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് നെഗ്ലക്റ്റഡ്, അത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. എന്തായിരിക്കും എന്നൊന്നും ആലോചിക്കാതെ തന്നെ വിട്ട് കളഞ്ഞു. ദാറ്റ് ഇസ് ഓസ്മോസിസ്. ഓക്കെ, other examples, വീട്ടിൽ ഇഫ് യു ആർ പിക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ, or you have പിന്നെ മാംഗോ യു ആർ പുട്ടിങ് ഇറ്റ് ഇൻ മാങ്ങ ഉപ്പിലിടുന്ന പ്രൊസീജിയർ, അതിലൊക്കെ നമുക്കറിയാം ഇഫ് യു ടേക്ക് റോ മാംഗോസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ സലൈൻ സൊല്യൂട്ട്, സലൈൻ എന്നുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് യു വിൽ ഫൈൻഡ് ദാറ്റ് ദ മാംഗോ ഹാസ് ഷ്രിങ്ക്, അല്ലേ? അതിൻ്റെ സൈസിൽ ഒരു റിഡക്ഷൻ വന്നതായിട്ട് വി ക്യാൻ ഒബ്സർവ്, or there is a small reduction in the size. What actually is happening to this? കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം പിന്നെ അതേമാതിരി നമ്മൾ ഉണങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റിൽ ഇഫ് യു pour some water, വെള്ളം ഒഴിച്ചു കൊടുക്കണേ, ആഫ്റ്റർ സം ടൈം വി ഒബ്സർവ് ദാറ്റ് ഇറ്റ് ഈസ് അത് നല്ല ആക്റ്റീവായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണും. These are all examples that you come across in your day-to-day life, isn't it? അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം, ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ടെക്നിക് ഇസ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്ന ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സോൾവെൻറ്റ് മോളിക്യൂൾ. സോൾവെൻറ്റ് മാത്രം മൂവ് ചെയ്യുന്നത് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണെന്ന് പറയാം. Through a semi-permeable membrane from a region of lower concentration to a region of higher concentration. Never confuse osmosis with diffusion. Diffusion ഇതിൻ്റെ നേരെ റിവേഴ്സ് ആണ്. Diffusion എന്ന് പറഞ്ഞാൽ the moment from the higher to lower concentration. Osmosis is not like that. Osmosis is from lower to higher concentration. ആര് മാത്രം മൂവ് ചെയ്യുക? സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രം മൂവ് ചെയ്യുക. എതിലേക്കൂടെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്? ഇറ്റ് ഈസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ദെൻ വാട്ട് ഈസ് ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ? അതിൻ്റെ ഷോർട്ട് ഫോമിൽ വി റൈറ്റ് ഇറ്റ് ആസ് SPM, സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പം നമുക്ക് നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. വി ഹാവ് പുട്ട് റോ മാംഗോസ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം മാങ്ങ ചുരുങ്ങുന്നു, അല്ലേ? ഇറ്റ് കോസസ് എ റിഡക്ഷൻ ഇൻ ദ സൈസ്. എന്തുകൊണ്ടായിരിക്കും? മാങ്ങയിൽ നിന്നുള്ള വെള്ളം, മാങ്ങയിൽ ഉള്ള വെള്ളം ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ത്രൂ ദ മാംഗോൻ്റെ ആ മെംബ്രെയിൻ, മാങ്ങയുടെ തൊലിയിൽ കൂടെ അത് പുറത്തേക്ക് സോൾട്ട് സൊല്യൂഷനിലേക്ക് വരികയാണ്. അതായത് അവിടെ മാങ്ങയുടെ ആ തൊലി, മാംഗോൻ്റെ ആ സ്കിന്നാണ് ഇറ്റ്സ് ആക്ടിങ് ആസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓർ അത് ചെറിയ ഹോൾസ്, ചെറിയ സ്മോൾ ഹോൾസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, so that the solvent molecules, water molecules can come out of the mango. അപ്പോൾ അതാണ് സെമി പെർമിയബിൾ. സെമി പെർമിയബിൾ മെംബ്രെയിൻ allows only the solvent molecules to pass. That is, they allow only solvent molecules to pass. ഓക്കെ, അതാണ് പ്രത്യേകത. ഇപ്പം പിന്നെ നമുക്ക് സോൾവെൻറ്റും ഉണ്ട് സൊല്യൂട്ടും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്ലോക്ക് ദ സൊല്യൂട്ട്. സൊല്യൂട്ടിന് പോകാൻ പറ്റില്ല. ഓൺലി സ്മോൾ ഏറ്റവും പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ വിച്ച് അലൗസ് ഓൺലി ദ പാസേജ് ഓഫ് സ്മോൾ മോളിക്യൂൾസ്, വളരെ ചെറിയ മോളിക്യൂൾസിൻ്റെ പാസേജ് മാത്രം അനുവദിക്കുന്ന, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് പോസ്. നമ്മൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചായ അരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പ, അതിൻ്റെ പോസ് കുറച്ചും കൂടെ വലുതാണ്, ബട്ട് മൈന്യൂട്ട് പോസ് ഉള്ള and those which allowed only solvent molecule to pass through them are referred to as semi-permeable membrane. ഒരുപാട് ആർട്ടിഫിഷ്യലി മെയ്ഡ് സെമി പെർമിയബിൾ മെംബ്രെയിൻസ് ഉണ്ട്, ലൈക്ക് സെലോഫെയിൻ ഒക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇസ് പിഗ്സ് ബ്ലാഡർ. പിഗിൻ്റെ ബ്ലാഡറാണ് പൊതുവേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so what happens if I am I am taking a container. Okay, a container. What if I am drawing it here? Okay, and I am separated this container by a semi-permeable membrane. Think this is my semi-permeable membrane. Here I have
pure solvent, and here I am having a solution. Solution എന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് ഈ സോൾവെൻറ്റും അതിൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട്, സൊല്യൂട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാനിങ്ങനെ ഒരു ബിഗ് കണ്ടെയ്നറിൽ എടുത്തു, which is separated by a semi-permeable membrane. What happens as time progresses? Solvent molecule, pure solvent molecules will flow from here, the low concentration, to the higher concentration. Solventil നിന്ന് സൊല്യൂഷനിലേക്കായിരിക്കും ഫ്ലോ നടക്കുക. And this flow through a semi-permeable membrane, moment of the solvent molecule, pure solventil നിന്ന് സൊല്യൂഷനിലേക്ക് through a semi-permeable membrane is referred to as the technique of osmosis. Okay, ഇനി ഈ ഫ്ലോ എത്ര നാൾ നടക്കും, എത്ര നേരം നടക്കും? കോൺസെൻട്രേഷൻ രണ്ടും സെയിം ആവുന്നവരെ അത്ര അല്ലേ? ഏതൊരു പ്രോസസ്സും അൾട്ടിമേറ്റ്ലി ഒരു എക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന വരെയുള്ളൂ. അപ്പം അൺടിൽ ദ കോൺസെൻട്രേഷൻ ബിക്കം സെയിം, രണ്ട് കമ്പാർട്ട്മെൻറ്റ്സിലുമുള്ള കോൺസെൻട്രേഷൻ സെയിം ആവുന്നത് വരെ ഈ ഒരു ഫ്ലോ ഉണ്ടാവും. ഇനി അതല്ല, ഇത് ഇക്വിലിബ്രിയം എത്തുന്നതിന് മുന്നേ തന്നെ എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, എനിക്ക് അത്ര വേണ്ട, ഓസ്മോസിസ് അല്ലെങ്കിൽ ഫ്ലോ അത്ര മതി, ഐ നീഡ് ടു സ്റ്റോപ്പ്. വാട്ട് ഹാപ്പൻസ്? ഐ നീഡ് ടു ഒരു എക്സസ് പ്രഷർ, ഇവിടെ ഒരു എക്സസ് പ്രഷർ ഞാൻ അപ്ലൈ ചെയ്താൽ മതി. ഒരു പ്രഷർ കൊടുക്കുക, ഇവിടെ കൊടുക്കരുത്, ഇവിടെ കൊടുത്താൽ മോർ സോൾവെന്റ് മോളിക്യൂൾസ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്, isn't it? So excess pressure that is applied on the solution side just to prevent osmosis. Osmosis നിർത്താൻ മാത്രം, അല്ലെങ്കിൽ റിവേഴ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ദ എക്സസ് പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് അറ്റ് ദ സൊല്യൂഷൻ സൈഡ് ജസ്റ്റ് ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്, അതിനെയാണ് വി റിഫർ ടു ആസ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ദാറ്റ് ഈസ് റിഫേർഡ് ടു ആസ് ഓസ്മോട്ടിക്. അപ്പോൾ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളൊരു പ്രഷർ ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങോട്ടാണോ ഫ്ലോ നടക്കുന്നത് അവിടെ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു പ്രഷർ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം ആവശ്യമായ പ്രഷർ കൊടുക്കുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വി ഹാവ് എ ഫോർമുല. ഓസ്മോട്ടിക് പ്രഷർ ഇസ് ജനറലി റെപ്രസെൻറ്റഡ് ആസ് പൈ. പൈ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് പൈ ഇസ് ഗിവൺ ബൈ പൈ ഇസ് ഈക്വൽ ടു CRT, വെ C ഇസ് ദ മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ. C എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. ഓക്കെ, C ഇസ് ദ മൊളാരിറ്റി. സോ പൈ ഓസ്മോട്ടിക് പ്രഷർ ആണ്, C molarity, R the universal gas constant, and T the temperature. So molarity is, we know it's the number of moles of the solute divided by volume of the solution in liters. So instead of C, you can give number of moles. If I'm writing it as, abbreviating it as N2, and pi is equal to N2 by volume by V into RT. Okay, or instead of N2, we can give it in terms of weight to mass in terms, because ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കണം അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നത്. സോ N2 we know it is W2 by N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ given mass divided by molar mass. So W2 by M2. So the expression is pi V we are taking to the left hand side, so W2 RT by M2, or from this you can evaluate M2 നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോസിസ് നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ നിത്യജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു കാര്യമാണ് ഓസ്മോസിസ്. സോ ഓസ്മോസിസ് എന്താണെന്നും അതിന് ഡിഫ്യൂഷൻ നിന്നുള്ള വ്യത്യാസം എന്താണെന്നും യു ഹാവ് ടു ബി വെരി ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണെന്ന് പഠിച്ചു. പക്ഷേ compared to we have studied 4 colligative property: relative lowering of vapor pressure, elevation in boiling point, depression in freezing point, and osmotic pressure. But osmotic pressure measurements has many advantage. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് when you compare it with other methods, other colligative property method. First reason, മറ്റേ എല്ലാ colligative property നമ്മളുടെ മൊളാലിറ്റി ടേം ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ് മെഷറിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു ഹാൻഡിൽ. മൊളാരിറ്റി ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്കത് മെഷർ ചെയ്യാൻ. മോർ ഓവർ
ഇത് ഒരു റൂം ടെമ്പറേച്ചർ, ഓസ്മോട്ടിക് പ്രഷർ എല്ലാം റൂം ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കുറച്ചും കൂടെ എളുപ്പം. മറ്റേതെന്ന് പറഞ്ഞാൽ ഫ്രീസിങ് പോയിന്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഒന്നെങ്കിൽ വളരെ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിന് ഒരു വലിയ ബുദ്ധിമുട്ടില്ല മെഷർ ചെയ്യാൻ. ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ പൊതുവേ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രിഫേർഡ് മെത്തേഡാണ്. പിന്നെ മോളിക്കുലർ മാസ് ഓഫ് ദ പോളിമേഴ്സ്, മാക്രോ മോളിക്യൂൾസ് അങ്ങനത്തെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ ഓസ്മോട്ടിക് പ്രഷർ പിന്നെ കാൽക്കുലേഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഫോർ യുവർ ബോർഡ് എക്സാംസ് ഓൾസോ. പിന്നെ വൈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ്സ് ആർ പ്രിഫേർഡ് കമ്പയർ ടു അതർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ റീസൺ ഒക്കെ എഴുതണം. ഫസ്റ്റ് ഓഫ് ഓൾ മൊളാരിറ്റി ആണ് ഇവിടെ ഉള്ളത്, കുറച്ച് ക്വൈറ്റ് ഈസിയാണ്. പിന്നെ അത് കൂടാതെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ്സ്, പിന്നെ റൂം ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് നടക്കുന്നതുകൊണ്ട് അത് ക്വൈറ്റ് ഈസിയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഫോർ ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ, which one is the best method for the determination of molecular weight of proteins and polymers? As I have explained to you, മോളിക്കുലർ വെയിറ്റ്, പ്രോട്ടീൻസിൻ്റെയും പോളിമേഴ്സിൻ്റെയും ഒക്കെ മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ യുവർ ആൻസർ ഷുഡ് ബി എ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡ്യൂറിങ് ഓസ്മോസിസ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ്. എവിടുന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, എവിടുന്ന് എങ്ങോട്ട്? ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ദ ഓപ്ഷൻസ് വാർ ഫ്രം സൊല്യൂഷൻ ഹാവിംഗ് ലോവർ കോൺസെൻട്രേഷൻ ഓൺലി, ഫ്രം സൊല്യൂഷൻ ഹാവിംഗ് ഹയർ കോൺസെൻട്രേഷൻ, ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ വിത്ത് അൺഈക്വൽ ഫ്ലോ റേറ്റ്. നോ, ഇറ്റ് ഈസ് ഫ്രം ദ സൊല്യൂഷൻ ഹാവിംഗ് ലോവർ കോൺസെൻട്രേഷൻ ഓൺലി. ഒരു ക്ലിയർ അവയർനെസ് ഉണ്ടായിരിക്കണം വാട്ട് ഈസ് ഓസ്മോസിസ്. ആൻഡ് പ്ലീസ് ഡോണ്ട്, അഗെയിൻ ഐ എം ടെലിംഗ് യു, ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ഡിഫ്യൂഷൻ. ഓക്കെ, ഓസ്മോസിസ് നമുക്ക് പറയുമ്പോൾ നമുക്ക് മറ്റ് ചില കാര്യങ്ങളും കൂടെ പറയണം. രണ്ട് സൊല്യൂഷനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ, ഇപ്പം ഞാൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഓസ്മോസിസ് ഏതുവരെ ഒരു ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഒഴുകുകയാണ്. അത് ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവും. അതായത് പിന്നെ രണ്ട് സൊല്യൂഷനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഓസ്മോസിസ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഐസോട്ടോണിക് സൊല്യൂഷൻ. Isotonic in the sense that same രണ്ട് സൊല്യൂഷൻസ് ഹാവ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പം ഈ ഡയഗ്രാം തന്നെ കണ്ടോ, വാട്ടർ ഇതൊരു സെല്ലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നമ്മളുടെ സെല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഇസ് ഫ്ലോയിങ് ഇൻ ടു ദ സെൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം വാട്ടർ ഇസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ സെൽ. ഉള്ളിലേക്കും പോകുന്നുണ്ട്, പുറത്തോട്ടും വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിലൊന്നും ഡിഫറൻസ് വരുന്നില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് വി ടേം ആസ് എ isotonic solution. And we have to understand that നമ്മളുടെ human blood is isotonic with 0.91% sodium chloride solution. Okay, so blood is isotonic with 0.91% sodium chloride അല്ലെങ്കിൽ brine solution എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഹ്യൂമൻ ബ്ലഡിനും ഈ കോൺസെൻട്രേഷനിലുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ദേ ഹാവ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, എന്നാൽ ഒരു സൊല്യൂഷന് പിന്നെ മറ്റേ സൊല്യൂഷനേക്കാളും ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക്. അപ്പം ഞാനിപ്പോൾ ബ്ലഡ് സെൽസ് ഞാനൊരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വെച്ചു എന്ന് വിചാരിച്ചോളൂ. ഐ എം പ്ലേസിങ് ദ ബ്ലഡ് സെൽ. ഇവിടെ ബ്ലഡ് സെൽസ് അങ്ങനെ തന്നെ റീറ്റെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം ഇവിടെ രണ്ടുപേർക്കും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആയതുകൊണ്ട് ബ്ലഡ് സെൽസിൻ്റെ അല്ലെങ്കിൽ RBCൻ്റെ ഷേപ്പിനൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. But if I am putting it in a hypotonic solution, what happens? Hypotonic ആയിട്ടുള്ള സൊല്യൂഷനിൽ വെക്കുമ്പോൾ വാട്ടർ വിൽ ഫ്ലോ ഇൻ ടു ദ സെൽ. സെല്ലിൻ്റെ ഉള്ളിലേക്കായിരിക്കും വെള്ളം പോവുക. അങ്ങനെ വരുമ്പം ഇത് സ്വെല്ല് ചെയ്യും. പിന്നെ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ഇറ്റ് ഗെറ്റ് സ്വെൽഡ് അപ്പ്. അപ്പോൾ അങ്ങനെ വരുന്ന സൊല്യൂഷനെയാണ് സോ ബ്ലഡ് സെൽസ് വെൻ ദേ ആർ പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ദേ സ്വെൽ അപ്പ് ബിക്കോസ് ദർ ഇസ് എ ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ ടു ദ സെൽ. സിൻസ് swells when it is placed in a hypotonic solution, that is when placed in a solution which has lower osmotic pressure. Okay, please correct this.
when I am placing it in a solution of lower osmotic pressure, it will swell up because there is a movement of water molecules into the cell. Now look at this, I am placing the blood cells in a hypertonic solution, that is solution which has a higher osmotic pressure. In such cases, lower to higher alle pova. അപ്പം പിന്നെ ഹയർ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനാണ് സെൽസിൻ്റെ ചുറ്റുമിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം സെല്ലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. ഇപ്പം നമ്മൾ സോൾട്ട് പിന്നെ വാട്ടറിൽ മാംഗോ ഇടുന്ന മാതിരി മാംഗോൻ്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തോട്ട് ഇറങ്ങിപ്പോവും, ബിക്കോസ് ദ കോൺസെൻട്രേഷൻ ഇസ് ഗ്രേറ്റർ ഔട്ട്സൈഡ്. സെയിം ഇഫക്റ്റ് ചെയ്യുക. സോ അൾട്ടിമേറ്റ്ലി എന്താ, ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്തു പോകും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ വെൻ ബ്ലഡ് സെൽസ് ആർ പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ദേ ഷ്രിങ്ക്, whereas hypotonic solution they swell, whereas if it is placed in an isotonic solution there will not be any change in its shape. അപ്പോൾ ഈ മൂന്ന് ടേംസും ഓർക്കുക. വാട്ട് ഈസ് ഐസോട്ടോണിക്, hypertonic, hypotonic, and blood is isotonic with 0.91% sodium chloride. Okay, now let us work out some examples related to osmotic pressure. Here you are given an isotonic solution, isn't it? A 5% solution of cane sugar, and the molecular weight is given 342, is isotonic with 1% of a substance X, isn't it? And the molecular weight of X, we are asked to determine the molecular weight of X. Okay, how do we do this problem? It's an isotonic solution, so the concentration of the first solution becomes equal to the concentration of the second. That is, we can write it as C1 is equal to C2, or we know that pi is equal to CRT, isn't it? So if we equate this, both the equation, we get, first let us write down the parameters which are provided here. That is W1, the weight of the first, which is cane sugar. Cane sugar, we will take it as W1. It's given as 5 gram, isn't it? The weight is given as 5 gram, and the volume of cane sugar V1 is given as 100 ml. And this is found to be isotonic with the solution. Which solution we don't know, we will just put it as X. And its weight W2 is given as 1 gram, isn't it? 1 gram. And its volume V2 is given as 100 ml, isn't it? 100 ml. Okay, so let us, since it is molarity, we will convert it to liters. This corresponds to 0.1 liter, and this also corresponds to 0.1 liter. Here the molecular mass of cane sugar that we will take at M1 is given as 342, and the molecular mass of the unknown is to be determined, that will be taken as M2. So since, as I explained to you, it's an isotonic solution, the two concentrations C1 becomes equal to C2, or we can write W1 by M1 into V1. W1 by M1 is the number of moles divided by V1 is the volume, is equal to W2 by M2 into V2. So this is the equation which you have to choose while you find out the osmotic pressure of each solution, and then you have to equate because they are same. So the final expression, try learning this, W1 by M1 V1 is equal to W2 by M2 V2. W1 we know it's given as 5 grams, divided by M1 is 342, into V1 is 0.1. Please convert it into liters because here we are taking it in terms of molarity. It's equal to W2, it's given 1 divided by M2 to be determined, into V2 is 0.1. And finally, if you solve this, you get the value of M2 as 68.4 grams. Okay, so the equation, please be aware of which equation, equate both the left hand side and right hand side, because it is isotonic solution, and then it will come out to be 68.4. So the answer, correct option regarding this question is option A, 68.5. Okay, now see this question, next question. Blood cells retain their normal shape in solution which are.
നോർമൽ ഷേപ്പ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ള ഒരു സൊല്യൂഷനിൽ വെച്ചാലാണ് നമ്മൾ ആ ഡയഗ്രാം കണ്ടത്. പിന്നെ ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പുറത്തോട്ട് വരികയാണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ഹൈപ്പർടോണിക് സൊല്യൂഷനിലായിരിക്കും വെക്കുക. സ്വെല്ല് ചെയ്യണമെങ്കിൽ ഹൈപ്പോട്ടോണിക്, സെയിം ഷേപ്പ് ആണെങ്കിൽ ഐസോട്ടോണിക്. So it will be isotonic. The correct option is option B. Okay. Now ഈ ഓസ്മോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് റിവേഴ്സ് ഓസ്മോസിസ്. ദിസ് ടെക്നിക് ഓർ സിംപ്ലി അതിനെ ഷോർട്ട് ഫോം ആയിട്ട് RO മെത്തേഡ് എന്നാണ് പറയുന്നത്. RO മെത്തേഡ് ഇസ് യൂസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടർ ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഡ്രിങ്കിങ് വാട്ടർ സീ വാട്ടറിൽ നിന്ന് ഉണ്ടാക്കുന്ന ടെക്നിക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ പൊതുവേ റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ഡയഗ്രാം ഹിയർ ഫ്രഷ് വാട്ടർ ഇസ് ടേക്കൺ, സോൾട്ട് വാട്ടർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഒരു പ്രഷർ കൊടുക്കുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്നാൽ അതൊരു ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം ആവശ്യമായുള്ള പ്രഷർ കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിനേക്കാളും എക്സസ് ആയ ഒരു പ്രഷർ കൊടുത്താൽ, ഇഫ് എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുന്ന് സോൾട്ട് വാട്ടർ എന്നുള്ളതിൽ നിന്ന് വാട്ടർ മാത്രം ഒഴുകി ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ അത് പോകും. സോൾട്ട് വിൽ റിമെയിൻ ഹിയർ. So if an excess pressure greater than the osmotic pressure is applied on the solution side, pure solution will flow from the എവിടുന്ന് എങ്ങോട്ട്? From the solution to the നേരത്തെ പ്യോർ സോൾവെൻറ്റിൽ നിന്നാണ് ഒഴുകിയത്, ഇപ്പം നേരെ റിവേഴ്സ് ആവും. ഫ്രം സൊല്യൂഷൻ ടു പ്യോർ സോൾവെൻറ്റ്. സോ ഈ മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യൂട്ടിലിറ്റി, ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് you had a question in 2001 which is pure water can be obtained by seawater by the process of, the correct option is reverse osmosis. So reverse osmosis ആകെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ കൊടുത്താൽ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ടെക്നിക്കിനെയാണ് we refer to as reverse osmosis. Okay. Now coming to the last topic of this chapter, which is abnormal molar mass. ഇപ്പം നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ കുറേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾ മോളാർ മാസിൻ്റെ ടേംസിൽ എപ്പോഴും പറഞ്ഞില്ലേ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പക്ഷെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അയോൺസോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് തന്നെയായാലും അത് പിന്നെ ചില കേസുകളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ മോളിക്കുലർ മാസ് ഡബിൾ ആവാം. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസ് 60 ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുന്നത് 120 ആണ്. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നേരെ പകുതിയാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ഡീവിയേഷൻസ് ഒക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഡീവിയേഷൻസ് തന്നെയാണ് നമ്മൾ എബ്നോർമൽ മോളാർ മാസ്, ദാറ്റ് ഇസ് മോളാർ മാസ് വെച്ച് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വ്യത്യാസം വരുന്നതിനെയാണ് വി റിഫർ ടു ആസ് എബ്നോർമൽ മോളാർ മാസ്. അപ്പോൾ എബ്നോർമൽ മോളാർ മാസിൻ്റെ കാരണം എന്താണ്? കാരണം ഒന്ന് അസോസിയേഷനും മറ്റേത് ഡിസോസിയേഷനും. ഫസ്റ്റ് ഇപ്പം ഞാൻ അസിറ്റിക് ആസിഡ് ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അസിറ്റിക് ആസിഡ് മോളിക്യൂൾ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഐ എം ടേക്കിംഗ് 2 molecules ഓഫ് അസിറ്റിക് ആസിഡ്. ദിസ് വിൽ അണ്ടർഗോ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 മോളിക്യൂൾസും കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ മോളിക്യൂളായിട്ട് മാറും. ഓക്കെ, ആൻഡ് ദിസ് ടെക്നിക് വെൻ 2 molecules unite to give you a single molecule, that process is known as dimerization. This technique is known as dimerization. Dimerization വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 2 മോളിക്യൂൾ ഉണ്ടെങ്കിലും റിയാക്ഷൻ കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് 1 മോളിക്യൂൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന മോളിക്കുലർ മാസിൻ്റെ പകുതിയായിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദാറ്റ് ഓൺലി വി വിൽ ബി ഗെറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മോളിക്കുലർ മാസസ് അബ്നോർമൽ, അതായത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറവ് വരുന്നത്. അപ്പോൾ അത് വൺ ഓഫ് ദ റീസൺസ് ആണ്. നെക്സ്റ്റ് റീസൺ, ഇഫ് ഐ എം പുട്ടിങ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡിസോസിയേറ്റ്, അവിടെ എന്താ ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 മോളിക്യൂൾസ് ആയിട്ടും അയോൺസ് ആയിട്ട് മാറും. ഇസൻറ്റ് ഇറ്റ്? സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ടു ഗിവ് Na+ and Cl- ion. Here the number of particles has increased. ഇവിടെ 1 വെച്ച് തുടങ്ങി പ്രോഡക്റ്റിൽ
2 ഇല്ലേ, ഒരു Na plus ion and 2 chloride ion. Where number of particles has increased, and in this case also the molecular mass calculated will be calculate ചെയ്ത molecular mass കുറവായിരിക്കും, sorry different ആയിരിക്കും. So and this process is known as dissociation. ഇത് dimerization, or you can refer to this as association എന്നുള്ള വാക്ക്. രണ്ടെണ്ണം യൂണൈറ്റ് ചെയ്യുന്നതിന് we call it as association. സ്പ്ലിറ്റ് ചെയ്യുന്ന പോകുന്ന പ്രോസസ്സിന് we call it as dissociation. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സുകളും whether it is associating or dissociating causes a change in the molecular mass. അപ്പോൾ in order to account this, ഈ molecular massന്റെ ഡിഫറൻസ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി Van Hoff എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് he introduced a factor which is known as Van Hoff factor I. Van Hoff factor I. So how you evaluate this Van Hoff factor? Van Hoff factor I is given by normal molar mass divided by abnormal molar mass. അതായത് രണ്ട് രീതിയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മോളാർ മാസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ you get the value of I. Or you can define it as abnormal molar mass divided by normal molar mass, or observed colligative property divided by calculated value of colligative property. ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആ റേഷ്യോനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ യു ഗെറ്റ് എ ഫാക്ടർ ഐ. ആ ഫാക്ടർ ഐ നമ്മൾ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷനിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കാരണം മോളാർ മാസിന് ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് ആ വാൻ ഡോഫ് ഫാക്ടർ, ഹൗ യു ഫസ്റ്റ് യു ഇവാലുവേറ്റ് ദ വാൻ ഡോഫ് ഫാക്ടർ, and then you have to include that Van Hoff factor for the calculation, ella calculation. Therefore all the expressions become elevation in boiling point. We have found it as delta T is equal to Kb into m. Now you have to include I also, so that becomes I into Kb into m. Depression in freezing point, delta Tf is equal to I into Kf into m, and osmotic pressure also pi is equal to I into CRT. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ അബ്നോർമൽ മോളാർ മാസ് ഓൾസോ, ആൻഡ് ദാറ്റ് ഈസ് ബൈ ഇൻക്ലൂഡിംഗ് ദ Van Hoff factor in all your calculations. Here I have given that dissociation നടക്കുമ്പോൾ Van Hoff factor dissociate ചെയ്ത് പോവുകയാണെങ്കിൽ Van Hoff factor value I will be less than 1. In case of association, I will be greater than 1, and in case of no association or dissociation, I will be equal to 1. Okay. ഇവിടെ നോക്കൂ, Van Hoff factor സോഡിയം ക്ലോറൈഡ്. നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഐ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എത്ര അയോൺസ് ഫോം ചെയ്യുന്നു അത്രയും നോക്കിയിട്ടായിരിക്കണം നമ്മൾ Van Hoff factor ഐ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ NaCl, നേരത്തെ നമ്മൾ പഠിച്ചു ഇറ്റ് ഡിസോസിയേറ്റ് ടു ഗിവ് Na പ്ലസ് അയോൺസ് ആൻഡ് Cl മൈനസ്. ഇവിടെ 2 അയോൺസ് ഫോം ചെയ്തിട്ടുണ്ട്, സോ ഐ വാല്യൂ ഇസ് 2. സിമിലർലി KCl വിൽ ഗിവ് യു K പ്ലസ് Cl മൈനസ്, therefore I value is 2. പിന്നെ MgSO4 മെഗ്നീഷ്യം സൾഫേറ്റ്, ഇതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? Mg2 പ്ലസ് 2SO4 മൈനസ്, sorry SO4 2 minus. So here also I value ഒരു Mg2 പ്ലസും ഒരു SO4 2 minus, so I value is 2. Now K2SO4, how it dissociates? 2K plus SO4 2 minus, isn't it? അപ്പോൾ ഇവിടെ രണ്ട് Kയും ഉണ്ട്, ഒരു SO4, so I value is 3. So this is the technique how you just write down the dissociate ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക, അതിനെ ബേസ് ചെയ്ത് എത്ര അയോൺസ് ആണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഐ വാല്യൂ യു ഹാവ് ടു പുട്ട്. Okay, so with this I have given you an overall outline of overall view of the chapter solutions. ഇനി നമുക്ക് കുറച്ച് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. പിന്നെ റീസെൻ്റ് ആയിട്ടും ഒക്കെ വന്ന പ്രോബ്ലംസ്, കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ദ Van Hoff factor for a dilute solution of a strong electrolyte barium hydroxide. ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് BaOH twice ആണ്. ഹൗ ഇറ്റ് ഡിസോസിയേറ്റ്, നമുക്ക് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യാമെന്ന് എഴുതി കഴിഞ്ഞാൽ Ba2 പ്ലസ് 2OH മൈനസ്, isn't it? അപ്പോൾ ഇവിടെ 2 OH ഉണ്ട്, ഒരു ബേരിയം 2+ ഉണ്ട്, അപ്പോൾ ടോട്ടൽ 3. Your correct option will be D. Which of the following salt has the same value of Van Hoff factor as that of
K3 FeCN6. Same Van der factor എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? Same value of I ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. We know that K3 FeCN6 എങ്ങനെയാ first write down how K3 FeCN6 will dissociate, isn't it? അപ്പം K3 FeCN6, this is, it dissociates to give 3K plus FeCN6 3 minus. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് എന്ന് പറയുന്നത് 3K പ്ലസും ഒരു FeCN6. അപ്പോൾ 4 അയോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇതിൽ 4 തരാൻ ആർക്കാണോ പറ്റുന്നത് അയാളായിരിക്കും ഇയാളുമായിട്ടുള്ള സെയിം I വാല്യൂ. Ne2SO4 നമുക്കറിയാം എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക. Ne2SO4 gives 2Na plus SO4 2 minus. ഇത് I value 3 ആണ്, isn't it? Next AlNO3 thrice ഒന്ന് എഴുതി നോക്കാം. AlNO3 thrice will give you Al3 plus 3NO3 minus. ഇവിടെ 3NO3 plus ഒരു Al ഉണ്ട്. So I value is 4. ഈ കേസിൽ the I value is obtained is 4. അപ്പം K3 FeCN6 ഉള്ള സെയിം വാൻ ഡർ ഫാക്ടർ ഉള്ള ആൾ, ദാറ്റ് ഈസ് AlNO3 thrice, option B. Next is you see at 25 degrees Celsius the highest osmotic pressure is exhibited by 0.1 mole solution of. Osmotic pressure ഏറ്റവും കൂടുതൽ ഉള്ള ആർക്കാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ മനസ്സിലാക്കണം ഓസ്മോട്ടിക് പ്രഷർ ഏത് വാല്യൂ ആയാലും ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I, isn't it? നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് I into CRT. അപ്പോൾ I ഇവാലുവേറ്റ് ചെയ്താൽ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവാലുവേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ വാൻ ഡർ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്താൽ യു ക്യാൻ മെഷർ വിച്ച് ഹാസ് ദ ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ. ഇവിടെ ആദ്യം തന്നെ യു ക്യാൻ റൂൾ ഔട്ട് സം ഓപ്ഷൻസ്. ഗ്ലൂക്കോസും യൂറിയൻ നോൺ ഇലക്ട്രോലൈറ്റ് ആണ്, ദേ ഡു നോട്ട് ഡിസോസിയേറ്റ് ഇൻ സൊല്യൂഷൻ. അപ്പോൾ അത് I വാല്യൂ അവരുടെ കേസിൽ റെലവൻ്റ് അല്ല, ബിക്കോസ് നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണ്. നമുക്കറിയാം പിന്നെ വരുന്ന ആൾ കാൽഷ്യം ക്ലോറൈഡ് ആണ്. കാൽഷ്യം ക്ലോറൈഡ് ഗിവ്സ് Ca2 plus 2Cl minus അയോൺ. അപ്പോൾ ഇവിടെ I വാല്യൂ ഇസ് 3. നെക്സ്റ്റ് ഇസ് KCl, നമ്മൾ എഴുതിയതാണ് K plus Cl minus and the I value is 2. Okay, here greater number of ions is given by calcium chloride, അല്ലെങ്കിൽ I value greater for calcium chloride. So calcium chloride will show the highest value of osmotic pressure. Okay, so I hope you understand this problem. Okay, with this I come to the end of the this session. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ പിന്നെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ കിട്ടിയെന്നും അതിലുള്ള ന്യൂമറിക്കൽസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്നും വിശ്വസിക്കുന്നു. സോ ഹോപ്പ് ടു സീ യു ഓൾ ത്രൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു.